സാർ നമസ്കാരം. നമസ്കാരം. 16ാം നിയമസഭ അധികാരത്തിൽ വന്നു, നിലവിൽ വന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി, പുതിയ മന്ത്രിസഭയും അധികാരത്തിൽ വന്നു. ഇവിടെ മന്ത്രിസഭയുടെ പുതിയ ബജറ്റ് അവതരണം നാളെ 19-ാം തീയതി നടക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനാൽ അദ്ദേഹം തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക. എന്നാൽ സർക്കാർ അധികാരത്തിൽ വന്ന് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ സർക്കാർ ധവളപത്രം ഇറക്കി. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഖജനാവിൻ്റെ സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ ധവളപത്രം ഇറക്കിയിരിക്കുന്നു. 5 ലക്ഷം കോടിയുടെ സാമ്പത്തിക ബാധ്യതയാണ്, കടബാധ്യതയാണ് കേരളത്തിനുള്ളത് എന്നുള്ളത് കൃത്യമായി ഇന്ന ഇനത്തിലൊക്കെയാണ് ബാധ്യതകളുള്ളത് എന്ന് കൃത്യമായി ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ, അതായത് സർക്കാരിന് നിത്യനിദാനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഏറെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് എവിടെ നിന്ന് ധനം കണ്ടെത്തും, എങ്ങനെയൊക്കെ പുതിയ പുതിയ പദ്ധതികൾ നടപ്പിൽ വരുത്തും, എങ്ങനെയൊക്കെ എവിടെയൊക്കെ വരുമാനം കൂട്ടാം എന്നുള്ള ചിന്താഗതിയോടുകൂടി സർക്കാർ വളരെ അരിഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നാളെ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നു. ഈ ബജറ്റ് മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനാൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നു. എപ്പോഴും വിസ്മയങ്ങൾ തീർക്കും എന്ന് പലപ്പോഴും പറയാറുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പറയുന്നു. അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആശാ വർക്കർമാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നിങ്ങനെ പല രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്താം, എങ്ങനെ ധനം സ്വരൂപിക്കും എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. KSRTയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളത്തിനും പെൻഷനും കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് 125 കോടിയോളം രൂപ സർക്കാരിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ള കണക്ക് പുറത്തു വരുമ്പോഴാണ് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അതിന് കാരണം കണ്ടെത്തുന്നത് ടിക്കറ്റേതര വരുമാനത്തിൽ നിന്നും ഇതെല്ലാം പരിഹരിക്കപ്പെടണം. അപ്പോൾ വലിയൊരു സാമ്പത്തിക സ്രോതസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എന്തായിരിക്കും ബജറ്റിൽ വി ഡി സതീശനും അല്ലെങ്കിൽ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന ഈ മന്ത്രിസഭയ്ക്ക് കൂടുതൽ വിസ്മയങ്ങൾ തീർക്കാൻ എങ്ങനെ സാധിക്കും? എവിടെ നിന്ന് കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും? ഈ ബജറ്റിൽ സാധാരണക്കാർക്ക് ആശാസ്യകരമായ എന്തായിരിക്കും ഉണ്ടാകുക? ഞാൻ ഒരുപക്ഷെ നാളത്തെ ബജറ്റ് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ പ്രകാരം ഏകദേശം 5 ലക്ഷം കോടി റുപ്യോളം അതിനകത്ത് വലിയ കടമുണ്ട് നാടിനെ സംബന്ധിച്ച്. ഞാൻ ധരിച്ച ഏകദേശം 6 ലക്ഷം കോടി വരുന്നതാണ് ധരിച്ചത് കേട്ടോ, ഒരല്പം കുറവാണ്. അപ്പൊ അത് വെച്ചിട്ട് 6 ലക്ഷം കോടി ആദ്യം പറഞ്ഞ അതിനാണ് സാധ്യത. കാരണം ഇനി സാധാരണ നമുക്ക് കേരള ഗവൺമെന്റിലെ ഓരോ ടീമിലും വരുന്ന മന്ത്രിസഭകൾ മാറി കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് കടത്തിന്റെ അളവ് ഓരോ 5 വർഷത്തിലും ഇരട്ടിപ്പാണ് സാധാരണ പതിവ്. ബാങ്ക് ഇൻട്രസ്റ്റ് പോലെയാണ്. ബാങ്കിന്റെ 12% പലിശയ്ക്ക് ലോൺ എടുക്കുന്ന ഒരാൾ ഇന്ന് 1 ലക്ഷം രൂപ എടുത്താൽ 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 ലക്ഷം രൂപയാകും. സമാനമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കടത്തിന്റെ കണക്ക്. ഈ കടമൊന്നും മടക്കി അടയ്ക്കാനായിട്ടുള്ള ഒരു സംവിധാനവും കഴിഞ്ഞ 60 കൊല്ലക്കാലമായിട്ട് കേരളത്തിലില്ല. അതുകൊണ്ട് 60 കൊല്ലക്കാലത്തിന് മുമ്പുണ്ടായിരുന്ന, ഞാനിപ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ മന്ത്രിസഭയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, 60 കൊല്ലക്കാലത്തിന് മുമ്പുണ്ടായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ തുടങ്ങിയിട്ട് വരുത്തി വെച്ച കടങ്ങൾ ഓരോ പ്രാവശ്യവും ഇരട്ടിച്ച് ഇന്നിപ്പോൾ അത് ഏകദേശം 5-6 ലക്ഷം കോടി താഴെയായിട്ട് അത് വന്നു എന്നുള്ളതാണ് വസ്തുത. ഈ അതേ സമയത്ത് ഇപ്പോൾ ധവളപത്രം ഇറക്കി. ഈ ധവളപത്രത്തിൽ ചെലവിൻ്റെ കണക്കുണ്ട്, പക്ഷെ വരവിൻ്റെ കണക്കില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ അത് വർദ്ധിപ്പിക്കുവാനുള്ള എന്ത് പദ്ധതികളാണ് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഉള്ളതെന്നാണ് വ്യക്തമാക്കേണ്ടത്. ഇന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ മാത്രമായിരിക്കുന്ന തനതായിരിക്കുന്ന ചില കടങ്ങളും കേരളത്തെ സംബന്ധിച്ചുണ്ട്. അത് മതത്തിൻ്റെ പേരിലാണ്, ചില മതശക്തികളുടെ സ്വാധീനത്തിൻ്റെ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏകദേശം 45,000 കോടി ഉറപ്പിക്കുകയാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങൾ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമനം നടത്തുന്നത് വിദ്യാലയങ്ങൾ നടത്തുന്നു, അവർ കൈക്കൂലി വാങ്ങിക്കുന്നു, അവർ നിയമനം നടത്തുന്നു. മറിച്ച് ശമ്പളം കേരള സർക്കാർ കൊടുക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സർക്കാർ ഒരു വരുമാനവും ഇല്ലാതെ കണ്ട് ഇത്തരത്തിൽ 45,000 കോടി റുപ്യോളം പ്രതിവർഷം കടക്കണിയിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അതിൽ മാത്രമല്ല, കേരളത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എടുത്തു നോക്ക്. ഇപ്പൊ ഈ കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് ഒരുപക്ഷെ എറണാകുളം ജില്ലയിലായിരുന്ന ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് വരുമാനം കൂടുതൽ, ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി വന്നതിന് ശേഷം കുറച്ച് തിരുവനന്തപുരത്തേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും കേരളത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ എവിടെയാണുള്ളത്? എറണാകുളം ജില്ലയിലാണ്.
അതുപോലും വളരെ നാമമാത്രമാണ് എറണാകുളം ജില്ലയിൽ പോലും മിക്കവാറും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു കേരളത്തില്. ഇവിടെ തൊഴിലെടുക്കുന്ന ആളുകളില്ല, ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളില്ല, ഇവിടെ മുതൽ മുടക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നില്ല, ഇവിടെ വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഇല്ല, ഇവിടെ അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വ്യവസായ സംരംഭകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ തയ്യാറില്ല. മറിച്ച് ഇവിടെ ആകെയുള്ളത് ഒരു ട്രേഡ് സെന്റർ ആയിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളം ഇന്നിപ്പോൾ ഒരു ട്രേഡ് സെന്ററാണ്. ആ ട്രേഡ് സെന്ററിൽ ആളുകൾ പല സാധനങ്ങളും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു, UAE-യിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വിറ്റഴിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് കേരളം മാറിയിരിക്കുന്നത്. കമ്പോളമായി മാറിയിരിക്കുന്നു. കേരളം എന്നൊരു വലിയ കമ്പോളമാണ്. കേരളത്തിൽ കമ്പോളത്തിലാണ്. ഇപ്പൊ പെട്രോള്, കേരളത്തിലേക്ക് പെട്രോൾ ഇല്ല. കേരളത്തിൽ നമ്മൾ മുഴുവൻ പെട്രോൾ നമ്മൾ ഇറക്കുമതി ചെയ്യാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ പെട്രോൾ ഉണ്ടാക്കാൻ സൗകര്യങ്ങളില്ല. കേരളത്തിൽ ഇപ്പോൾ ടൂറിസമാണ് കേരളത്തിൽ വരേണ്ടത്. ആ ടൂറിസത്തിൽ തന്നെ കൃത്യമായുള്ള ആസൂത്രണം കേരളത്തിലില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള പോലെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ കേരളത്തിലില്ല. അങ്ങനെ കേരളം പൊതുവെ ഒരു പരാജയപ്പെട്ടുകൊണ്ട്, പല മേഖലയിലും പരാജയപ്പെട്ടുകൊണ്ട്, ഒരു സമയത്ത് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത്തെ സ്ഥാനത്തായിരുന്നു, കാർഷിക രംഗത്ത് മികച്ച നിലയിലായിരുന്നു, വ്യവസായ രംഗത്ത് മികച്ച നിലയിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ അവസ്ഥ, നമ്മൾ വ്യവസായ രംഗം ഏകദേശം കൂപ്പുകുത്തി കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും വ്യവസായ സ്ഥാപനങ്ങൾ കടച്ചുപോയി. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൊല്ലത്തുള്ള ടൈറ്റാനിയം കമ്പനിയുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള മൊത്തം സ്പോഞ്ചിന്റെ 40% പ്രൊഡക്ഷൻ അവിടെ നിന്നായിരുന്നു. അതാരംഭിച്ച് സർ CP രാമസ്വാമി അയ്യരാണ്. ഇന്നിപ്പോൾ സ്ഥാപനത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, വലിയ കഷ്ടത്തിലാണ്. അതേപോലെ തന്നെ പട്ടുനൂലിന്റെ വ്യവസായം ഉണ്ടായിരുന്നു. എവിടെ? പെരുമ്പാവൂർ റയൻസ്. അതേപോലെ തന്നെയായിരുന്നു ഇവിടെ മാവൂർ റയൻസ്. ഈ 2 സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞു. ഓഗിലെ ഗ്ലാസ് ഫാക്ടറി അടച്ചു കഴിഞ്ഞു. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ട് കേരളത്തിന്റെ വ്യവസായ രംഗത്ത് തകർത്ത കാര്യത്തിൽ വലിയൊരു പങ്ക് ഇവിടെ കേരളം ഭരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ കേരളത്തിന്റെ വരുമാനമില്ല. ഒരു സമയത്ത് ആലപ്പുഴ ജില്ലയിൽ മാത്രം 40,000 കുടിൽ വ്യവസായങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 1930-കളിലെ കണക്കാണ് ഞാൻ പറയുന്നത്. ആ 40,000-ത്തോളം ഉണ്ടായിരുന്ന കുടിൽ വ്യവസായങ്ങൾ ഇന്ന് ഒരൊറ്റെണ്ണം പോലും ഇല്ലാത്ത രീതിയിൽ ആലപ്പുഴ ജില്ലയെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ആ തകർത്തതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല, എന്തുകൊണ്ടാണെന്ന്. നമുക്കറിയാവുന്ന ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ, നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. FACT പോലെ സ്ഥാപനങ്ങളുണ്ട്. എന്തിനാണ് FACT തുടങ്ങിയെന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. FACT അന്ന് തുടങ്ങിയത് കേരളത്തിന്റെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള മുരടിപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കാർഷിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിവിടെ ഒരു FACT വളനിർമ്മാണശാല നമ്മളിവിടെ കേരളത്തിൽ ആരംഭിച്ചത്. ഇന്നിപ്പോൾ ആ വളനിർമ്മാണശാല കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കേരളത്തിൽ വ്യവസായം ഇല്ല, കേരളത്തിൽ കൃഷിയില്ല. ഒരു സമയത്ത് കേരളത്തില് 10 ലക്ഷം ഹെക്ടർ സ്ഥലത്തായിരുന്നു കേരളത്തില് കൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 3 ലക്ഷം ഹെക്ടർ താഴെയാണ്. എന്ന് വെച്ചാൽ ഏകദേശം 30% കഴിഞ്ഞ് 70% സ്ഥലത്തും കേരളത്തിൽ ഇന്ന് കൃഷിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കേരളം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ കാലയളവാണ് ഇന്നിപ്പോൾ ഉള്ളത്. വ്യവസായ രംഗത്തില്ല, വാണിജ്യ രംഗത്തില്ല, ടൂറിസം രംഗത്ത് കേരളം വേണ്ടത്ര നമ്മൾ പ്രതീക്ഷിച്ച പോലും വളരാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ രംഗത്തും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ ധവളപത്രം കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നത് പരാധീനതകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ധവളപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പരാധീനതയ്ക്ക് ഒരു പരിഹാരം എന്താണ്? അതിന് പരിഹാരമായിട്ട് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കോ, ഇവിടെ വാണിജ്യ സ്ഥാപനങ്ങൾ ആരംഭിക്കോ, ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികളുണ്ടോ, ഇവിടുത്തെ കാർഷിക മേഖല വികസിപ്പിക്കാനുള്ള പദ്ധതികളുണ്ടോ? ഈ പദ്ധതികളൊന്നും ധവളപത്രത്തിന്റെ തുടർച്ചയെന്നോണം നമ്മൾ വരുന്ന നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് കേരളം വലിയൊരു കടക്കണിയിലാണ്. ഈ കടക്കണിയിൽ പെട്ട് ഉഴലുന്ന കേരളത്തില് യുവാക്കന്മാർ പോലും കേരളത്തിലില്ല. കേരളം ഇന്നത്തെ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ, കേരളം ഒരു വൃദ്ധ സംസ്ഥാനമായിട്ട് കേരളം മാറും. കേരളത്തിൽ നിന്ന് മുഴുവൻ യുവാക്കന്മാരും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു വലിയ പതനമാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിന് പരിഹാരം കാണാൻ ഒരു പരിധി വരെയെങ്കിലും ഈ ബജറ്റിന് സാധിച്ചാൽ നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കേരളത്തിന്റെ തനത് വിഭവ സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിവിധ മേഖലകളിൽ
മേഖലകളിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വ്യവസായത്തിലും വാണിജ്യത്തിലും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും എല്ലാം സമസ്ത മേഖലയിലും കേരളത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. കൂടുതൽ വലിയ റോഡുകളോ വലിയ ബിൽഡിങ്ങുകളോ പണിത് വയ്ക്കുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒന്നോ രണ്ടോ ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണാകുന്നത്. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ, അതായത് പദ്ധതി നടപ്പാക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനുകൾ മാത്രം ലാക്കാക്കി വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന സർക്കാരിനെ അല്ല ഇനി കേരളത്തിന് ആവശ്യം. സമസ്ത മേഖലയിലും വളർച്ചയാണ്. അതായത് ജനങ്ങൾക്ക് എങ്ങനെയാണ് നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ജോലിയടക്കം തകർന്നുപോയ കാർഷിക സംസ്കൃതി തിരിച്ചു കൊണ്ടുവരണം. വ്യവസായം, വാണിജ്യം, ഈ കമ്പോള സംസ്കാരത്തിൽ നിന്ന് കേരളത്തെ തനത് ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുന്ന, വിനിമയ കേന്ദ്രമാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയുള്ള വിസ്മയങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കട്ടെ, കേരളത്തെ വീണ്ടെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ശരി, നമസ്കാരം.